കല്ലൂർക്കാട് വെട്ടക്കവല ചാനലാണ്. അത് മനോജ് വെള്ളാരികളിൽ നിന്നുള്ള ഇത് ജോസ് രണ്ടുപേരും നമ്മൾ ആൾക്കാർ പിള്ളേരാണ്. പിന്നെ ജോലി എടുക്കുന്നതാണ്. ജോലി ഓരോരു പ്രോഗ്രാം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവർ നമ്മുടെ ഒരു പ്രോഗ്രാം എടുക്കണം. നമ്മുടെ മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങളും അതോടൊപ്പം 26-ാം തീയതി നടക്കുന്ന ട്രാക്ടറുകാരിക്ക് നമ്മുടെ നിലപാടെന്താണ് ഒരു അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു. അത് വെച്ചാണ് നമ്മൾ ഈ പ്രോഗ്രാമിന്റെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എടുത്തു വരട്ടെ, എല്ലാരും ഒന്ന് എടുത്തു വരട്ടെ. സാബു നടത്തുന്നേ ചെറിയ ചെറിയ ആൾക്കാർ ഇതിന്റെ ചില ആൾക്കാർ വലിയ പാക്കറ്റല്ലേ അന്നേരി കാർഷിക മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പോൾ 10 വർഷം പൂർത്തിയാക്കിയാണ്. 11ാമത്തെ വർഷത്തിലേക്കാണ് ഈ കാലം കൊണ്ട് അനേകം കൃഷിക്കാർക്ക് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവരാനും മാന്യമായ വിലയ്ക്ക് നമുക്ക് ലേലം ചെയ്ത് വിൽക്കുവാനും സാധിച്ചു. നമ്മൾ വലിയ വിപുലമായ ഒരു ബിസിനസ് അടിസ്ഥാനത്തിൽ കാണുന്നില്ല. ഈ പ്രദേശങ്ങളിലുള്ള നമ്മുടെ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഒരു സംവിധാനം, അതിന് മാന്യമായ ഒരു വില, മാർക്കറ്റ് വിലയിൽ മാന്യമായ വില വാങ്ങിച്ചു കൊടുക്കുവാനും ഈ വിലയുടെ അടിസ്ഥാനത്തിൽ മറ്റ് കച്ചവടക്കാർ കാർഷിക ഉൽപ്പന്നങ്ങൾ കച്ചവടക്കാരെടുത്ത് കൃഷിക്കാർക്ക് കൊടുക്കുവാനും ഒക്കെ ഒരു കാരണമാകണം എന്നുള്ള ചിന്തയോടുകൂടി പ്രതിഫലേച്ഛ കൂടാതെ നിസ്വാർത്ഥ സേവനം എന്നുള്ള നിലയിൽ ത്യാഗ മനസ്ഥിതിയോടെ പ്രവർത്തിക്കുന്ന കുറച്ചുപേരുടെ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയുടെ പ്രവർത്തനമാണ് നമ്മളിവിടെ നടക്കുന്നത്. ഇതേയുള്ളവർ ഈ പല സ്ഥലങ്ങളിലും ആരംഭിച്ച കാർഷിക മാർക്കറ്റുകൾ നീങ്ങി അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥകൾ വന്നു. ഇത് പല പ്രതിസന്ധികളും, പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടത്തിൻ്റെതായ പ്രതിസന്ധികളിലൊക്കെ നമ്മൾ കടന്നുപോയെങ്കിൽ പോലും നമ്മൾ ആ വലിയ പ്രതിസന്ധിയുടെ കൊറോണയുടെ കാലഘട്ടത്തിൽ പോലും കാർഷിക ഉൽപ്പന്നങ്ങൾ കൃഷിക്കാർ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എടുത്ത് നമ്മുടെ സ്ഥിരമായ സാധനങ്ങൾ എടുക്കുന്ന നമ്മുടെ വ്യാപാരികളെ വിളിച്ചു വരുത്തി അവർക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ കൃഷിക്കാർക്ക് നഷ്ടപ്പെടാതെ കൊടുത്തുപിടിക്കുകയുണ്ടായി. ഇപ്പോൾ കുറച്ചുകൂടി സജീവമായി, കൊറോണയുടെ കാലമാണെങ്കിൽ പോലും കുറച്ചുകൂടി സജീവമായിട്ട് തന്നെ പ്രവർത്തനങ്ങൾ നമ്മൾ പോകുന്നു. ഇതിൽ നിന്നൊക്കെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇതെല്ലാം നിലനിൽക്കുമോ എന്നുള്ള ഭയം ജനങ്ങളിലും നമ്മളിലുമുണ്ട്. കാരണം പുതിയ കാർഷിക നിയമം ഇന്ന് സുപ്രീം കോടതി ആ കാർഷിക നിയമം താൽക്കാലികമായി സ്റ്റേ ചെയ്തെങ്കിൽ പോലും ലക്ഷക്കണക്കായ കർഷകര് ഹരിയാനയിലെയും പഞ്ചാബിലെയും രാജസ്ഥാനിലെയും അനേകം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകര്, ലക്ഷക്കണക്കായ കർഷകര് ഡൽഹി പട്ടണത്തിലേക്ക് പ്രവേശിപ്പിക്കാതെ അതിന്റെ പുറം മേഖലകളിൽ 55 ദിവസത്തിലേറെയായി അവിടെ സമരത്തിലാണ്. കൂടിയ തണുപ്പും കഴിഞ്ഞ ആഴ്ചകളിലുണ്ടായ വലിയ മഴയും ഈ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവര് ഒന്നുകിൽ മരണം അല്ലെങ്കിൽ വിജയം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഒരു വെല്ലുവിളിയായി ആ സമരം മുന്നോട്ട് പോകുന്നു. പ്രിയമുള്ളവരെ, അത്രമാത്രം സമരം നടക്കുമ്പോഴും അത്രമാത്രം ശക്തമായ ഒരു സമരം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ പോലും മഹാത്മാഗാന്ധിജിയുടെ നെല്ലിയാത്രയെ പോലും അതിശയിപ്പിക്കുന്ന അത്ര ശക്തമായ ഒരു സമരം ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നടക്കുമ്പോൾ അവിടെ വേലുകെട്ടി തിരിച്ച് നിങ്ങൾ കൂടെ പ്രവേശിക്കേണ്ട, എന്റെ രാജകൊട്ടാരത്തിലേക്ക് നിങ്ങളാരും പ്രവേശിക്കണ്ട എന്ന് പറഞ്ഞ ആ പാവപ്പെട്ട കർഷകരെ, ആ ലക്ഷക്കണക്കായ കർഷകരെ, സ്ത്രീ പുരുഷന്മാരും പ്രായഭേദമില്ലാതെ വാർദ്ധക്യത്തിലെത്തിയവരും എല്ലാം അവിടെ തമ്പടിച്ചിരിക്കുമ്പോൾ അവരുടെ നേരെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ നമ്മുടെ മഹാരാജാവ് പ്രധാനമന്ത്രിക്ക് ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. അദ്ദേഹം മറ്റ് പല കാര്യങ്ങളുമായി ഇങ്ങനെ വിഘ്നതപ്പെട്ട് നടക്കുന്നു.
ഈ കൊറോണ പ്രഖ്യാപിച്ചില്ലായിരുന്നെങ്കിൽ ഇനിയും കോടിക്കണക്കിന് രൂപ ഭാരതത്തിന് ചെലവാക്കി അദ്ദേഹം വിദേശ പര്യടനം നടത്തുമായിരുന്നു. കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത, ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് കൊറോണയ്ക്ക് മുൻപുള്ള കാലഘട്ടത്തില് 380-ലേറെ രാജ്യങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രി ഉലകം ചുറ്റി നടന്ന് 70,000 കോടി രൂപ ഭാരതത്തിന്റെ നമ്മുടെ ഖജനാവിൽ നിന്ന് ചെലവാക്കി. 70,000 കോടി രൂപയാണ് ചെലവാക്കിയത്. ഈ ഒരു വർഷക്കാലത്തെ 9 മാസം പിന്നിട്ട ഈ കൊറോണയുടെ കാലഘട്ടത്തിലും ഇതില്ലായിരുന്നെങ്കിൽ വീണ്ടും 70,000 കോടിയിലേറെ രൂപ അങ്ങാര് നമ്മുടെ നികുതി പണം ദൂർത്തടിച്ച് അതോടൊപ്പം കുത്തകൾക്ക് ഭാരതത്തെ വിറ്റ് ഭാരതത്തിലെ ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വിറ്റ് ആ പണം കൊണ്ട് ദൂർത്തടിച്ച് നടക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, 55 ദിവസത്തിലേറെ തലസ്ഥാനത്തിന്റെ തൊട്ടിച്ചേർന്ന് ഇവർ സമരം ചെയ്യുമ്പോൾ അവരെ ഒന്ന് കാണുവാനോ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നേരിട്ട് ചോദിക്കുവാനോ നമ്മുടെ പ്രധാനമന്ത്രിക്ക് സമയമില്ല. അദ്ദേഹത്തെ കൊണ്ട് ഭരിപ്പിക്കുന്ന അമിത്ഷായും അവരുടെ ചുറ്റുവട്ടങ്ങളിലുള്ള മറ്റു മന്ത്രിമാരെ വിടുന്നു. ആ മന്ത്രിമാര് 9 വട്ടം ചർച്ച കഴിഞ്ഞു. ആ 9 വട്ടം ചർച്ചകളിലും പല ചർച്ചകളിലും ഈ കർഷക സംഘടനകളുടെ പ്രതിനിധികൾ അവിടെ മൗനമുഖം ആചരിച്ചു. അവരുടെ ചർച്ചകൾക്ക് ഉത്തരം കൊടുക്കാതെ, മറുപടി പറയാതെ അവർക്കൊന്നേ പറയുവാനുള്ളൂ, ഈ കാർഷിക നിയമങ്ങൾ പൂർണ്ണമായി നിങ്ങൾ പിൻവലിക്കുക, അതിനുശേഷം മതി മറ്റു കാര്യങ്ങള്. പ്രിയമുള്ളവരെ, അത്ര ശക്തമായ ഒരു നിലപാടെടുത്ത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ ഗാന്ധിജി നടത്തിയ ആ സമരത്തെ പോലും അതിജീവിപ്പിക്കുന്ന രീതിയിൽ ഇത്ര നാള് നീണ്ടു നിൽക്കുന്ന ഈ തണുപ്പിനെയും പ്രതികൂല കാലാവസ്ഥകളെയും അതിജീവിച്ച് നടക്കുന്ന ഈ സഹന സമരം, പ്രിയമുള്ളവരെ, അക്രമത്തിന്റെ വാസനകളൊന്നുമില്ലാതെ സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ശരി ഗാന്ധിയൻ സമരത്തിന്റെ മാർഗത്തിലൂടെ പഞ്ചാബിലെ ജനങ്ങള് ആ ഭാരതത്തിന്റെ 1ാം സ്വാതന്ത്ര്യ സമരം മുതൽ ഭാരതത്തിന്റെ ചരിത്രമെടുത്താല് ഏറ്റവും കൂടുതൽ ഭാരതത്തിന് വേണ്ടി രക്തം ചിന്തിയവര്, ഭാരതത്തിന്റെ മോചനത്തിന് വേണ്ടി രക്തം ചിന്തിയവര്, ജാലിയൻ വാലാബായി മുതല് ആ രക്തസാക്ഷികളുടെ കഥകൾ ഇങ്ങനെ കിടക്കുന്നു. ആ പഞ്ചാബിലെ ധീര സേനാനികള് നമ്മുടെ സൈന്യ നിലയിൽ നോക്കിയാലും ഭാരതത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം സഹിക്കുന്ന, ഏറ്റവും കൂടുതൽ ഭാരതത്തിന് വേണ്ടി രക്തം ചിന്തുന്നത് ഈ പഞ്ചാബിലെ ജനതയാണ്. ഭാരതത്തിലെ ജനത്തെ തീറ്റിപ്പോറ്റുന്നത് ഏറ്റവും കൂടുതൽ ഭക്ഷണങ്ങൾ ഒരുക്കി ഓരോ സമയങ്ങളില് ഗോതമ്പ് വിതച്ചു. ഗോതമ്പ് കൊയ്താൽ തൊട്ടുപകയെ നെല്ല് വിതയ്ക്കുന്നു. ആ നെല്ല് കൊയ്താൽ തൊട്ടുപകയെ ഉള്ളിയും സവോളയും പച്ചക്കറികളും കൃഷി ചെയ്യുന്നു. 12 മാസവും മെനക്കെടാതെ അധ്വാനിച്ച് ഭാരതത്തിലെ ജനതയെ തീറ്റിപ്പോറ്റുന്ന ആ കർഷക ജനതയുടെ ദുഃഖം കാണുവാൻ, അവരുടെ ആവശ്യം പരിഗണിക്കുവാൻ തയ്യാറാകുന്നില്ല. അവർ പറയുന്നത് ഇത് ആ ഹരിയാനയും പഞ്ചാബിലുമുള്ളവരുടെ പ്രശ്നമാണ്, അല്ലാതെ ഭാരതത്തിലെ ബാക്കി ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളെയും ജനം ഞങ്ങളുടെ ഈ ബില്ലിനെ അനുകൂലിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, നമുക്കുള്ള കുഴപ്പമാണല്ലോ, കേരളത്തിലെ കൃഷിക്കാരൻ 2 ദിവസം വേണ്ട, 1 ദിവസം നമ്മളെ വീടും നമ്മുടെ കുടുംബം വിട്ടിറങ്ങ തെരുവീതിയിലേക്ക് നമുക്ക് സമരവുമായി ഇറങ്ങാം എന്ന് പറഞ്ഞാൽ എത്ര കൃഷിക്കാരുണ്ടാകും? ആ പഞ്ചാബിലെയും ഹരിയാനയിലെയും ജനം നമുക്ക് വേണ്ടി കൂടിയാണ് ഈ ത്യാഗം സഹിക്കുന്നത് എന്ന് ചിന്തിക്കുവാൻ നമ്മൾ തയ്യാറുണ്ടോ? പ്രിയമുള്ളവരെ, ഈ 26-ാം തീയതി ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിനത്തില് ഭാരതത്തിന്റെ മഹാരാജാക്കന്മാര് അവിടെ പട്ടാളത്തിന്റെ പരേഡും മാർച്ചും നടത്തുമ്പോൾ ഭാരതത്തിന്റെ ഡൽഹിയുടെ തെരുവിന്റെ പുറമെ ആയിരക്കണക്കിന് 1 ലക്ഷം ട്രാക്ടർ എന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആയിരക്കണക്കിന് കാർഷിക ഉപകരണങ്ങളുമായി ട്രാക്ടറുമായി അവര് അന്ന് റിപ്പബ്ലിക് ദിനത്തിന്റെ പരേഡ് നടത്തും. പ്രിയമുള്ളവരെ, അതിനെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിലെമ്പാടും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ സമരങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും വാർത്താ മാധ്യമങ്ങളിൽ കൂടുതൽ സ്ഥാനം നേടുന്നില്ല. മാത്രമല്ല, രാഷ്ട്രീയക്കാർക്ക് അതിനേക്കാൾ വലിയ പ്രശ്നം അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. ഡൽഹിയിൽ വലിയൊരു കൂട്ടം പോയി തിരിച്ചു വന്നു. ആ പോയവരാരും ഈ സമരക്കാരൊക്കെ പോയി കണ്ടതായി നമ്മളാരും പത്രത്തിൽ കണ്ടില്ല. അവര് പോയത് അവരുടെ സ്ഥാനമാനങ്ങൾ പങ്കിടുവാനും അവരെ തൊഴുത്തിക്കുത്ത് അവസാനിപ്പിക്കുവാനും അവർക്ക് അടുത്തവിടത്തേക്ക് എങ്ങനെയെങ്കിലും മന്ത്രി കസേരയിൽ കയറുവാനുമുള്ള ചർച്ചയ്ക്കാണ് പോയത്. അല്ലാതെ ഇത്രമാത്രം കർഷകര്
അവിടെ ലക്ഷക്കണക്കായ കർഷകർ 55 ദിവസത്തിലേറെ കടന്നിട്ട് ആ ഡൽഹിയിൽ ചെന്നവര് അതിന്റെ അടുത്ത് ചെന്ന് അവർക്ക് അഭിവാദനം, കേരളത്തിന്റെ പിന്തുണ നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് അവർക്കൊരു അഭിവാദനം അർപ്പിച്ചു പോരുവാൻ വളർന്നു പോയ ആ നേതാക്കന്മാരുടെ കൂട്ടത്തിന് സമയം കിട്ടിയില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറയുന്നതല്ല, എല്ലാവരുടെയും ആവശ്യം അതാണ്. ഈ വരുന്ന ഏപ്രിൽ മാസം എന്ന് പറഞ്ഞു, ഏപ്രിൽ മാസത്തെ തെരഞ്ഞെടുപ്പാണ് എന്ന്. ആ തെരഞ്ഞെടുപ്പിലും ഈ ജനത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറയുവാൻ നമുക്ക് സാധിക്കുമോ? ഇന്നലെ അസംബ്ലിയിൽ ചർച്ച ചെയ്ത വിഷയം പ്രിയമുള്ളവരുടെ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട് അവാരിക്ക് വിറ്റു. അതിന്റെ ചർച്ചകൾ നടന്നപ്പോൾ കേരള സർക്കാർ അതിനെതിരെ കേന്ദ്ര നിവേദനം കൊടുത്തു. നിങ്ങളോട് ആലോചിക്കാതെ അന്തിമ തീരുമാനമുണ്ടാകുകയില്ലെന്ന് വാക്ക് കൊടുത്തു. സുപ്രീം കോടതിയിൽ കേരള സർക്കാർ കേസ് കൊടുത്തു. ആ കേസ് നിലനിൽക്കെ തന്നെ ഇന്നലെ അംബാനിയുമായി എഗ്രിമെന്റ് വെച്ചു. കേരളത്തിന്റെ തലസ്ഥാനത്തുള്ള ആ എയർപോർട്ട് അംബാനി എന്ന് പറയുന്ന വലിയ കുത്തകയ്ക്ക് തീവ് കൊടുത്തിരിക്കുന്നു. ആ അംബാനി എന്ന് പറയുന്ന കുത്തകയ്ക്ക് തീവ് കൊടുത്ത് എഗ്രിമെന്റ് വെച്ചു. പ്രിയമുള്ളവരെ, ഇനി ഏതാ ഇവിടെ ഭാരതത്തിലെ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വിൽക്കാത്തതുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ പെട്രോള്, ഡീസല്, നമ്മളെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസ്, ഇതിന്റെ വില വർധനവിനെ പറ്റി നമുക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ? ജനത്തിന്റെ വാങ്ങൂടിക്കെട്ടിയിരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് എന്ത് ചെയ്താലും പ്രതികരിക്കാൻ പറ്റാത്ത ഒരു ജനത്തിന്റെ മേല ഇത് സകലതും അടിച്ചേൽപ്പിക്കുന്നു. ഒരു ദിവസം പെട്രോളിന് 25 പൈസ കൂടി, ആർക്കെങ്കിലും പ്രശ്നമുണ്ട്? വെറും 25 പൈസയല്ലേ കൂടിയത്? ഡീസലിന് 15 പൈസയല്ലേ കൂടിയത്? പ്രിയമുള്ളവരെ, ഇന്നലത്തെ പത്രത്തില് 85 രൂപയിൽ മേലെയായി പെട്രോൾ, 1 ലിറ്റർ പെട്രോളിന്റെ വില, 80 രൂപയിൽ മേലെയായി 1 ലിറ്റർ ഡീസലിന്റെ വില. ഗ്യാസിന്റെ വില കഴിഞ്ഞ 2 ആഴ്ച മുൻപ് ഒരു സിലിണ്ടറിന് 50 രൂപ വെച്ച് വർദ്ധിപ്പിച്ചു. പ്രിയമുള്ളവർ, ഇത് ആര് തീറ്റിപ്പോറ്റുന്നു? നിങ്ങൾക്കിതാ ഞാൻ കിറ്റ് നൽകുന്നു. നിങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങളെല്ലാം ഉൾപ്പെട്ട ഒരു സഞ്ചി ഭാരതത്തിലെ സകല ജനത്തിനും ഞാൻ വിതരണം ചെയ്യുന്ന മഹാരാജാവിന്റെ പോക്കറ്റിൽ നിന്നെടുത്ത, പണ്ട് രാജാക്കന്മാർ ചെയ്യണമട്ട് ഈ മഹാരാജാവിന്റെ പോക്കറ്റിൽ നിന്നെടുത്ത ചെയ്യുന്ന ദുരിതാശ്വാസം, അത് വാങ്ങി തിപ്പതിപ്പെടുന്ന നാണം കെട്ട ജനമാണ് നമ്മള്. റേഷൻ കടകളിൽ ഇത് വന്നോ എന്ന് അന്വേഷിച്ച് അവിടെ ചെന്ന് ആ കിറ്റ് വാങ്ങി കഴിയുമ്പോൾ ഉത്തമാത്രം വലിയ കാര്യം ചെയ്യുന്നത്. അത് കണ്ടുകൊണ്ട് നമ്മുടെ കേരള സർക്കാർ പ്രഖ്യാപിച്ചു, ഇലക്ഷൻ വരുന്നവരെ എല്ലാ മാസവും കേരളത്തിലെ സകല സാധനങ്ങൾക്കും സകല കാർഡുകാരനും ഞങ്ങൾ കൊടുക്കുക സഞ്ചി. ഈ സഞ്ചി വാങ്ങാൻ വെപ്പാളപ്പെട്ട് ഓടി നടക്കുന്നവരാണ് നമ്മൾ. അതോടൊപ്പം കൃഷിഭവനുകളിലും വെറും നക്കാപ്പിച്ചയ്ക്ക് 100 രൂപയ്ക്ക് വേണ്ടി 100 രൂപയുടെ ആനുകൂല്യം കൃഷിഭവനിൽ ചെന്ന ഒരു 4 അപേക്ഷയും 4 കരുകെട്ടി രസീതിന്റെ കോപ്പിയും കൊടുത്താൽ 100 രൂപ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൃഷിക്കാരനൊക്കെ അവന്റെ പണി കിട്ടിട്ട് അവൻ പോയി കൃഷിഭവനിൽ പോയി ക്യൂ നിൽക്കും. കൃഷിഭവനിൽ ചെന്ന് സാഹയെന്ന് പറഞ്ഞു നിൽക്കും. 1 ലക്ഷം രൂപ വരെ ശമ്പളം പറ്റുന്ന ഈ കൃഷി ഓഫീസുകൾ അടച്ചുപൂട്ടണമെന്ന് പണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. പ്രിയമുള്ളവർ, ആ കൃഷി ഓഫീസുകൾക്ക് നമുക്ക് എന്ത് നേട്ടം? കേരളത്തിലെ ഓരോ പഞ്ചായത്തിലുള്ള ഓരോ കൃഷി ഓഫീസിലും 25 ലക്ഷം രൂപയിൽ കുറയാതെ പ്രതിമാസം ചെലവാക്കുന്നുണ്ട്. ആ ചെലവാക്കുന്ന 25 ലക്ഷം രൂപയുണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിലെ കൃഷിക്കാർക്ക് ഉപകാരപ്പെടുമായിരുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ വരുന്ന ചൊവ്വാഴ്ച 26-ാം തീയതി ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിനത്തില് ഇൻഫാം എന്ന് പറയുന്ന കർഷക സംഘടനയുടെ നേതൃത്വത്തില് മൂവാറ്റുപുഴ സ്റ്റേഡിയത്തിൽ നിന്നും തൊടുപുഴയിലേക്ക് വലിയ വാഹന ജാഥ നടത്തുന്നു. ട്രാക്ടറും അതോടൊപ്പം മറ്റു വാഹനങ്ങളും 2 വീലറുകളുമായി മൂവാറ്റുപുഴ സ്റ്റേഡിയത്തിൽ നിന്നും തൊടുപുഴയിലേക്ക് വാഹന ജാഥ നടത്തുന്നു. ആ വാഹന ജാഥയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കാർഷിക മാർക്കറ്റിന്റെയും ഇവിടുത്തെ ഫാർമേഴ്സ് ക്ലബിന്റെയും നേതൃത്വത്തില് കണ്ണൂർക്കാട് കാർഷിക മാർക്കറ്റിൽ നിന്നും വരുന്ന ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ഇവിടെ നിന്നും വാഹന ജാഥ മൂവാറ്റുപുഴയ്ക്ക് പുറപ്പെടും. ആ വാഹന ജാഥയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള എന്തെങ്കിലും പഞ്ചാബിലെ ഹരിയാനയിലും ആ ജനങ്ങളുടെ ത്യാഗത്തിൽ എന്തെങ്കിലും ഞാനും സഹകരിക്കുന്നു, ഞാനും പങ്കുചേരുന്നു എന്ന് പറയാൻ സന്മനസ്സുള്ള കർഷകര് ചൊവ്വാഴ്ച 10 മണിക്ക് ഇവിടെ വന്നു ചേരണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തിന്റെ കളറില്ല, കൃഷിക്കാരന്റെ ഒരേ രക്തം മാത്രമേ ഉള്ളൂ. ആ കൃഷിക്കാരന്റെ വികാരത്തിന് വേണ്ടി ഇൻഫാം സ്വതന്ത്ര രാഷ്ട്രീയമില്ലാത്ത ആ സംഘടന ഇതിനെപ്പറ്റി ചിന്തിക്കുവാനും ആ ഒരു സമരം നയിക്കുവാനും ആ ദിവസം ഇതുപോലെ റാലി നടത്തുവാനും തീരുമാനിച്ചു. കേരളത്തിൽ നമ്മൾ നോക്കിയാൽ 100 ട്രാക്ടർ ഒരുമിച്ച് കൂട്ടാൻ നമുക്ക് സാധിക്കുകയില്ല.
അപ്പൊ ഇവിടെ നിന്ന് ഒരു ട്രാക്ടറിന്റെ നേതൃത്വത്തില് നമ്മൾ അനൗൺസ്മെന്റ് വണ്ടിയും ഏറ്റവും കൂടുതൽ ടൂ വീലറുകൾ പോരാൻ പറ്റാത്ത മറ്റ് സ്വന്തം വാഹനങ്ങളുമായി ഇവിടെ നിന്നും നമ്മൾ ടൗൺ നമ്മുടെ ബിൽ സൊസൈറ്റിയുടെ അവിടെ വരെ പോയി തിരികെ വന്ന വാഴക്കളും കൂടി മൂവാറ്റുപുഴയിൽ ഒരുമിച്ച് ചേരുന്ന ഇൻഫാമിന്റെ കർഷക ജാഥയ്ക്ക് പങ്കുചേരുവാൻ സ്റ്റേഡിയത്തിൽ ചെന്ന് ആ കർഷക റാലിയോടുകൂടി നമ്മൾ തൊടുപിടിക്ക് പോകുന്നു. പ്രിയമുള്ളവരെ എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇതിന്റെ അകത്ത് രാഷ്ട്രീയത്തിന്റെ കളവ് നോക്കാതെ രാഷ്ട്രീയക്കാര് ഇതിനെന്തെങ്കിലുമൊക്കെ എവിടെയെന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നെങ്കിൽ അവർക്ക് അടുത്ത മാസം വരുന്ന ഇലക്ഷനാണ് വിഷയം. പൊതുവായി പറയുന്നു, രാഷ്ട്രീയക്കാർ നടത്തുന്ന ഈ പരിപാടികളൊന്നും കൃഷിക്കാരനുള്ള സഹതാപത്തിന്റെ പേരിലോ ഇതിന്റെ ആത്മാർത്ഥതയുടെ പേരിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഭാരതത്തിലെമ്പാടും ഇത് കൂടുതൽ ആളിക്കത്തിയേനെ. ഭാരതത്തിന്റെ അനേക സംസ്ഥാനങ്ങളിൽ ഇതിന്റെ വലിയ ആവേശം ആളിക്കത്തുമായിരുന്നു. രാഷ്ട്രീയക്കാർക്ക് അവരുടെ ആവശ്യങ്ങളുള്ളൂ. അവർക്ക് വോട്ട് വേണം, അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കണം, ഏതെങ്കിലും സ്ഥാനമാനങ്ങളിൽ എത്തണം. അത് കഴിയുമ്പോൾ ഇവർ ചെയ്യുന്ന പണി തന്നെ അവർ നമ്മെ കൊള്ളയടിക്കും. അതുകൊണ്ട് കൃഷിക്കാരന്റെ എന്തെങ്കിലും വികാരമുള്ളവൻ, ആ രക്തമുള്ളവൻ പഞ്ചാബിലെ ആ ജനത്തിനോട് ചേർന്ന്, ഹരിയാനയിലെ ജനത്തോട് ചേർന്ന് ഞങ്ങൾക്ക് അവിടെ ഒന്ന് സമൃദ്ധി ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. പക്ഷേ ആ 26-ാം തീയതി നടക്കുന്ന സുപ്രീം കോടതിയിൽ പോലും ചെന്നിട്ടും ആ ട്രാക്ടർ റാലി നിരോധിക്കുവാൻ സാധിച്ചില്ല. സുപ്രീം കോടതിയിൽ പല അടവുകളുമായി ചെന്നു. അവിടെയൊന്നും ഈ കർഷക സമരത്തെ പിരിച്ചുവിടുവാൻ സാധിച്ചില്ല. ഇനിയും ചിലപ്പോൾ എന്തെങ്കിലും അക്രമങ്ങള് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകാം. ഈ അമിത്ഷായും നമ്മുടെ പ്രധാനമന്ത്രിയും അവരുടെ ഗൂഢസംഘവും എന്തു ചെയ്യാൻ മടിക്കുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ജനത്തിന്റെ ആവശ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ കാർഷിക ബില്ലുകൾ പൂർണ്ണമായി പിൻവലിക്കണം. അത് പത്രങ്ങളിലെ മറ്റു വാർത്താ ചാനലുകളിലൊക്കെ അതിന്റെ ദൂഷ്യഫലങ്ങൾ നമ്മൾ അറിഞ്ഞു. അനേകം വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൃഷിക്കാരൻ ഇന്നല്ലെങ്കിൽ നാളെ തടസ്സപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ട്. അംബാനിയുടെ റിലയൻസും ആ റിലയൻസിന്റെ വലിയ ഗോഡൌണുകളിലേക്ക് ഭാരതത്തിലെ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ അവർ തോട്ടങ്ങളിൽ അവര് പറയുന്ന കൃഷി ചെയ്യിച്ച് അവര് പറയുന്ന വിലയിട്ട് അവരുടെ ഗോഡൌണുകളിൽ കയറും. ആ ഗോഡൌണുകളിൽ അവര് ആദ്യം 50 രൂപ കൃഷിക്കാരന് വിലയിട്ട് സവോള കച്ചവടം കൃഷി ചെയ്യിച്ചാൽ പിറ്റേ കൃഷിയാകുമ്പോഴേക്കും അത് 30 ആകും, അടുത്ത കൃഷിയാകുമ്പോഴത്തേക്ക് അത് 20 ആകും. ഇതിന് ചോദിക്കുവാൻ ഒരു തളവില എടുത്തു കളയുന്ന അവസ്ഥ വന്നാൽ, ഭാരതത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പൂർണ്ണമായി തളവില എടുത്തു കളഞ്ഞാൽ ഇതിനൊന്നും ചോദ്യം ചെയ്യുവാൻ ആർക്കും സാധിക്കുകയില്ല. അപ്പൊ അംബാനി തീരുമാനിക്കുന്നു, റിലയൻസ് തീരുമാനിക്കുന്നു, വിദേശ കുത്തകൾ തീരുമാനിക്കുന്നതുമായ വിലയ്ക്ക് പാവപ്പെട്ട കൃഷിക്കാരൻ 3 രൂപയ്ക്ക് 5 രൂപയ്ക്കും 10 രൂപയ്ക്കും അവന്റെ ഉൽപ്പന്നങ്ങൾ കൊടുക്കണം. നെല്ല് കർഷകര് ഇവിടെ 28 രൂപ തളവില പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നെല്ലത്തിൽ 28 രൂപ തളവിലയ്ക്കും നമ്മുടെ നാട്ടിലെ കൃഷിക്കാര് നെല്ലാട് കൊണ്ടുപോയി ആ നെല്ല് വിൽക്കാറുണ്ട്. പക്ഷെ നമ്മള് നേരിട്ട് ഏതെങ്കിലും മില്ലുകാർക്ക് കൊടുത്താൽ ഞങ്ങളുടെ ഫാമേഴ്സ് ക്ലബ്ബ്, ഞങ്ങളുടെ കണിയാങ്കുടി പാടം കൃഷി ചെയ്യുന്ന ഞങ്ങളുടെ ഫാമേഴ്സ് ക്ലബിന്റെ നെല്ല് ഉണങ്ങി പാറ്റി കൊണ്ടുപോയി നെല്ലാട് കൊടുക്കുവാൻ സാധിക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൊടുത്തത് 18 രൂപയ്ക്ക്. 1 കിലോയ്ക്ക് 10 രൂപയുടെ വ്യത്യാസത്തിലാണ് ഞങ്ങള് ആ നെല്ല് കൊണ്ടുപോയി കൊടുത്തത്. അതേ അവസ്ഥ തന്നെ പറയുന്നു. ഇവിടെ 28 രൂപ തളവില പ്രഖ്യാപിച്ചപ്പോൾ പഞ്ചാബിൽ ഹരിയാനയിലും വെറും 18 രൂപയാണ് അവിടുത്തെ ഇപ്പോഴുള്ള തളവില. ആ 18 രൂപ പോലും എടുത്തു കളഞ്ഞാൽ അവിടുത്തെ കൃഷിക്കാരൻ ഭയപ്പെടുന്നത് 10 രൂപയ്ക്ക് പോലും അവരുടെ നെല്ല് ഗോതമ്പും അവർക്ക് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റില്ല. കാരണം വില തീരുമാനിക്കുന്നത് റിലയൻസ് ആണ്. വില തീരുമാനിക്കുന്നത് ഭാരതത്തിലെയും വിദേശത്തെയും കുത്തകളാണ്. ആ കുത്തകൾക്ക് ഭാരതത്തെ മൊത്തം വിറ്റ് ആ ഭാരതത്തിലെ ജനതയ്ക്ക് ഇതുപോലെ നക്കാപ്പിച്ച സഞ്ചി കൊടുത്ത് കിറ്റ് കൊടുത്ത് അതോടൊപ്പം ഒരു 2000 രൂപ വെച്ച് അപേക്ഷ കൊടുത്ത കൃഷിക്കാർക്ക് 2000 രൂപ വെച്ച് അക്കൗണ്ടിലേക്ക് വന്നപ്പോൾ ആ കൂടെ മൊബൈലിലൂടെ വന്നു, പ്രിയ കർഷക സുഹൃത്തെ, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു 2000 രൂപ അയച്ച് ഇട്ടിട്ടുള്ളത് കിട്ടിക്കാണുമല്ലോ, അത് നിങ്ങളുടെ അത്യാവശ്യം കാർഷിക ആവശ്യങ്ങൾക്ക് ഉപകരിക്കുമല്ലോ എന്ന് നിങ്ങളുടെ സ്വന്തം പ്രധാനമന്ത്രി അയാളുടെ കുടുംബത്തിലെ സ്വത്തല്ലേ എടുത്ത് 2000 രൂപ തന്നത്. ഈ ഡെയിലി പെട്രോളിന് വില കൂട്ടി, ഡീസലിന് വില കൂട്ടി, കുത്തുകൾക്ക് മുഴുവനും ഭാരതത്തെ വിറ്റ് കിട്ടുന്ന കോടികൾ കിട്ടുമ്പോൾ അതിൽ നക്കാപ്പിച്ച് കൊടുത്ത് നമ്മുടെ വായടപ്പിക്കുന്നു.
ഈ കൊറോണ ഇവർക്ക് നല്ല കാരണം വാ മൂടിക്കെട്ടി നടക്കാമല്ലോ. ഒരു ജാഥ നടത്താൻ സമ്മതിക്കില്ലല്ലോ. 10 പേര് കൂടി ജാഥ നടത്തിയാൽ കേസെടുപ്പിക്കാൻ നടപടികളുണ്ട്. പ്രിയമുള്ളവരെ, രണ്ട് കൽപ്പിച്ച ചൊവ്വാഴ്ചത്തെ ജാഥയില് ചൊവ്വാഴ്ചത്തെ റാലിയിൽ പങ്കെടുക്കാൻ പറ്റുന്നവർ പങ്കെടുക്കുക. 2 മണിക്ക് മുൻപ് തൊടുപുഴ ചെന്നാൽ നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് മടങ്ങാം. സ്വന്തം ചെലവില് വാഹനവുമായിട്ട് പോരാൻ പറ്റുന്നവർ പോരുക. അത്രയും പറഞ്ഞുകൊണ്ട് ഇതിൽ സഹകരിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇന്ന് ഈ വീഡിയോ പ്രോഗ്രാം എടുക്കുന്ന നമ്മുടെ മനോജിനും ജോസിനും ഇവരുടെ സഹപ്രവർത്തകരും മറ്റേ ജോളിയും ഇവർക്കൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു. അവരിങ്ങോട്ട് പറഞ്ഞ ഒരാശയമാണ്. അത് വെച്ച് ഞാൻ പറഞ്ഞു, നമുക്ക് സ്ഥിരം ബന്ധപ്പെടുന്ന പിള്ളേരാണ്. അപ്പൊ അവർ തുടങ്ങിയ വെട്ടംകവല ന്യൂസ് ചാനല്, ആ ചാനലിന്റെ പ്രോഗ്രാമായിട്ടാണ് അവരെടുത്ത്. അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. വളരെ ഇതൊന്നും കൂടുതൽ പബ്ലിസിറ്റിക്കൊന്നും ഒരു പുസ്തകക്കാരനും പത്രക്കാരനെയും കിട്ടുകയില്ല. മലയാള മനോരമ അവരൊക്കെ അവരുടേതായ കുത്തകയുടെ മേഖലകളിലാണ്. അതുകൊണ്ട് ഇതൊക്കെ ഒരു പൂച്ച എന്നുള്ളതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പേര് മാത്രം എഴുതി വിടുന്നു. ഈ റിലയൻസിന്റെ ഷോപ്പുകളില് അവന്റെ പമ്പുകള് ബഹിഷ്കരിക്കുവാനുള്ള ചങ്കുറപ്പെങ്കിലും നമുക്കുണ്ടാകും. നമുക്കിവിടെ അടുത്തുള്ള അതൊക്കെയല്ലേ ഉള്ളൂ. ആ റിലയൻസിനെ പൂർണ്ണമായും ഞങ്ങൾ ഇതാ ബഹിഷ്കരിക്കുന്നു. അത് ഇന്ന് എത്ര മോശപ്പെട്ട സാധനമാണ് കടലിൽ വിൽക്കുന്നതെന്ന് നമുക്ക് പറയാനുണ്ടോ? അവൻ വിൽക്കുന്നതും അവന്റെ കോൾഡ് സ്റ്റോറേജിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച് പോളിഷ് ചെയ്ത് അവൻ വിൽക്കുന്നു. അവൻ വിൽക്കുന്നത് റിലയൻസിന്റെ ആയതുകൊണ്ട് അവന്റെ പമ്പിൽ 5 രൂപ 2 രൂപ കൂടുതൽ കൊടുക്കണേ കുഴപ്പമില്ല, റിലയൻസിന്റെ ആണ്. പ്രിയമുള്ളവരെ, ഭാരതത്തിലെ ജനം ഈ കുത്തുകൾക്ക് വേണ്ടി ആ കുത്തുകൾ ചെയ്യുന്നതെല്ലാം വലിയ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് ഇവിടുന്ന് റിലയൻസിന്റെ ഷോപ്പ് അന്വേഷിച്ച്, അവന്റെ സൂപ്പർ മാർക്കറ്റ് അന്വേഷിച്ച്, അവന്റെ പമ്പ് അന്വേഷിച്ച് പോയി 1 രൂപ ലാഭം അല്ലെങ്കിൽ മേന്മയുണ്ട് എന്ന് പറഞ്ഞു പോയി ചരക്ക് വാങ്ങുന്ന നമ്മള് കർഷകന്, ഈ നാട്ടിലെ ജനം പണ്ട് ഗാന്ധിജി പറഞ്ഞതുപോലെ വിദേശികളെ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞതുപോലെ, പ്രിയമുള്ളവരെ, നമുക്ക് പ്രബുദ്ധതയുണ്ടെങ്കിൽ ഈ റിലയൻസിന്റെ ഓരോ സ്ഥാപനങ്ങളെയും ബഹിഷ്കരിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാൻ തയ്യാറാകണം. റിലയൻസ് മാത്രമല്ല, അതുപോലുള്ള വൻകിട കുത്തകക്കാരന്റെ ഏത് പരിപാടികൾ, ഏത് സ്ഥാപനങ്ങളുണ്ടെങ്കിലും എനിക്ക് എന്ത് നേട്ടം കിട്ടുമെന്ന് പറഞ്ഞാൽ പോലും അവന്റെ സ്ഥാപനത്തിലേക്ക് ഞാനില്ല, ഈ നാട്ടിലെ ജനത്തിന്റെ വികാരത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുവാനും ആ ചങ്കുറപ്പോടെ നീങ്ങുവാനും തയ്യാറായാൽ പഞ്ചാബിൽ ഹരിയാനയിലും എന്തുമാത്രം ഇവന്റെ ടവറുകള്, ഈ റിലയൻസിന്റെ ഒക്കെ ടവറുകള് പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. അവിടുത്തെ കർഷകര് അത്ര പ്രബുദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മള് ആ രീതിയിലേക്ക് പോയില്ലെങ്കിലും ഇവന്റെ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കുവാനുള്ള ധീരതയെങ്കിലും ചങ്കുറപ്പെങ്കിലും കാണിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ കാർഷിക മാർക്കറ്റുമായി സഹകരിച്ച ഈ കാലങ്ങളത്രയും സഹകരിച്ച എല്ലാവർക്കും, എല്ലാ കർഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ചൊവ്വാഴ്ചത്തെ കാര്യം ഒന്നുകൂടി ഓർപ്പിക്കുന്നു. 26-ാം തീയതി നടക്കുന്ന കർഷക റാലിയില് പഞ്ചാബിലെ ഹരിയാനയിലെ ജനങ്ങള് ഡൽഹിയുടെ തെരുവിലൂടെ അവര് ട്രാക്ടർ റാലി നടത്തുമ്പോഴും അവരുടെ മറ്റുള്ള ലക്ഷക്കണക്കായ ജനങ്ങള് അവിടെ ടെന്റ് അടിച്ചും ഈ കൊടിയ തണുപ്പത്ത് പ്രശ്നം തീരുന്നവരെ മരണം അല്ലെങ്കിൽ വിജയമെന്ന് പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് കൂടിയുണ്ട് എന്ന് പറയാൻ ചുരുക്കം മണിക്കൂറുകളെങ്കിലും നമുക്ക് ചെലവഴിക്കാം. അതുകൊണ്ട് ചൊവ്വാഴ്ചത്തെ പ്രോഗ്രാമില് 10 മണിക്ക് മാർക്കറ്റിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടാൻ പറ്റുന്നവര് ഒരുമിച്ച് കൂടുക. നിങ്ങളുടെ 2 വീലറുകളോ മറ്റ് കാറോ ജീപ്പോ മറ്റു വാഹനങ്ങളുമായി ഓട്ടോറിക്ഷയോ എന്ത് വാഹനങ്ങളുമായി പോരുക. നമ്മൾ ഒരു ട്രാക്ടർ നമ്മുടെ ഇവിടെ നിന്നുള്ള ജാഥയ്ക്ക് മുമ്പിലുണ്ടാകും. അനൗൺസ്മെന്റ് വണ്ടി ഉണ്ടാകും. വാഹനങ്ങള് നമ്മള് ടൗൺ സിറ്റി വാഴക്കുളത്തിൽ നിന്ന് വാഴക്കുളം ടൗണിലൂടെ മാറ്റുവെടുത്ത ഇൻഫാമിന്റെ റാലിയോട് പങ്കുചേർന്ന് ആ റാലിയുടെ കൂടെ വീണ്ടും നമ്മൾ തൊടുപുഴ വരെ പോയി നമ്മൾ തിരിയുന്നു. പ്രിയമുള്ളവരെ, ഇത് വാടിക്കത്തുന്ന ഒരു സമരമായി മാറണം. ഈ കൊറോണ പീരീഡിലാണ് ലക്ഷങ്ങൾ ഇപ്പോഴും അവിടെ തമ്പടിച്ചിരിക്കുന്നത്. ഏതെല്ലാം ഭീഷണികളിൽ നിന്ന് കൊറോണ പടർന്നു പിടിക്കും, അത് വലിയ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. കോടതിയിൽ തന്നെ വീണ്ടും പലരെ വിട്ടു. ആ കോടതിയൊക്കെ സുപ്രീം കോടതി പറഞ്ഞു ഈ പ്രശ്നം കൃഷിക്കാരന്റെ സമരത്തെ ഒന്നും തടഞ്ഞു നിർത്താൻ ഞങ്ങളെ കൊണ്ടാവില്ലായിരുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ വാ മൂടിക്കെട്ടിരിക്കുന്ന ഈ മൂടിക്കെട്ട് അവസാനിക്കുമെന്ന് ചിന്തിക്കേണ്ട. അത് ഭാരതത്തിലെ ജനത്തെ മുഴുവൻ വിറ്റ് തീരുന്നവരെ അവർക്ക് സൗകര്യമായിട്ട് നമ്മുടെ വാ മൂടിക്കെട്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നോക്കാതെ വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് ഈ ചൊവ്വാഴ്ച ആരംഭിക്കുന്ന പരിപാടികൾ ഇൻഫാമിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ പരിപാടികളിൽ ഇൻഫാമിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളവരോട് ഞങ്ങൾ അധികം പേരൊന്നുമില്ല, ചുരുക്കം ആൾക്കാരുള്ളൂ. പക്ഷെ അത് ഒരു സ്വതന്ത്ര കർഷക സംഘടന നയിക്കുന്ന പരിപാടി എന്നുള്ള നിലയിൽ ആ സമരത്തിൽ ഞങ്ങൾ സജീവമായി പങ്കെടുക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ഫാർമേഴ്സ് ക്ലബിന്റെയും കാർഷിക സ്വാശ്രയ സംഘത്തിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന
ആ ഇവിടെ നിന്ന് പോകുന്ന അൻഫാമിന്റെ ജാതിയിൽ പങ്കെടുക്കാൻ പോകുന്ന ആ റാലിയിൽ പങ്കെടുക്കാൻ പറ്റുന്നവരെല്ലാവരും ആരെയും പ്രത്യേകമായി ക്ഷണിക്കുന്നില്ല. പങ്കെടുക്കാൻ പറ്റുന്നവരെല്ലാവരും പങ്കെടുക്കണമെന്നും അതോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തില് മാറി നിന്നതെല്ലാം കണ്ടു നിന്ന ജനമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ. ഭാരതത്തിന്റെ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ സമരത്തിൽ കാഴ്ചക്കാരായിരുന്നവർ കേരളത്തിലെ ജനമാണ്. അതുപോലെയുള്ള ജനമായി നമ്മൾ ഈ പിന്തുണ ഇത് നമ്മൾ കാണേണ്ടവരല്ല. നമ്മളും എന്നാൽ ആകുന്ന ത്യാഗം ഇതിനു വേണ്ടി ചെയ്യാൻ തയ്യാറാവുന്നുള്ള ആഗ്രഹത്തോടെ പ്രതിജ്ഞയോടുകൂടി അങ്ങാനും റിലയൻസിന്റെ സ്ഥാപനങ്ങളിലേക്ക് ഞാൻ കയറുകയില്ല എന്ന് ഇനി എത്ര ആവശ്യം വന്നാലും വേറെ ഒരിടത്തും കിട്ടുകയില്ല. അവന്റെ അടുത്തുള്ളൂവെങ്കിൽ പോലും എനിക്ക് ആ സാധനം വേണ്ട തീരുമാനിക്കുവാനുമുള്ള ചങ്കുറപ്പ് നമുക്കുണ്ടാകട്ടെ എന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും